അതായത് മത്സരങ്ങളുടെ ഫലം വന്നാൽ മാത്രമേ ഈ പോയിന്റ് നിലയിൽ മാറ്റം വരൂ. ഒരു അല്പസമയത്തിനകം തന്നെ മത്സര ഫലങ്ങൾ എത്തിത്തുടങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. എന്നോടൊപ്പം ഇപ്പോൾ ഒരു അതിഥിയുണ്ട്, വിപിൻ. ഒരു കലോത്സവ വേദിയിലെ താരമല്ല വിപിൻ. വിപിൻ ആരാ? വിപിൻ കൊയിലാണ്ടിയാണ് എന്റെ സ്വദേശം. കൊയിലാണ്ടിക്കടുത്ത് ഉള്ളൂർ എന്നൊരു സ്ഥലത്താണ് എന്റെ വീട്. ഞാൻ പ്രമുഖ വാർത്താ അവതാരകനും നമ്മുടെ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ കെ സുരേന്ദ്രനുമായി നടത്തിയൊരു സംഭാഷണ ശകലമാണ് കാണിക്കുന്നത്. കാണിക്കാം. അപ്പോൾ സ്റ്റേജുകൾ അതിന് മുമ്പ് സ്റ്റേജുകൾ പെർഫോം ചെയ്യാറുണ്ടോ? ഉണ്ട്, ധാരാളം സ്റ്റേജുകളൊക്കെ ചെയ്യാറുണ്ട്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ തന്നെയുള്ള എല്ലാ ട്രൂപ്പുകളിലും പങ്കെടുക്കാറുണ്ട്. അപ്പൊ സ്റ്റേജ് പെർഫോമൻസുകളും ട്രൂപ്പ് ഒക്കെ ആയിട്ട് ഒരു മിമിക്രി കലാകാരനായി ജീവിക്കുന്നുണ്ട്. അതെ, അതിൽ വളരെ സന്തോഷവാനുമാണ്. സന്തോഷം. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു? ഇപ്പൊ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രമുഖ വാർത്താ അവതാരകനായ സാറിന്റെ ശബ്ദവും അതോടെ തന്നെ നമ്മുടെ BJPയുടെ സംസ്ഥാന സെക്രട്ടറിയായ കെ സുരേന്ദ്രനും തമ്മിലുള്ള ഒരു സംഭാഷണ ശകലമാണ്. ശരി, ആയിക്കോട്ടെ. ചെയ്യാം. ഉദ്ദേശിച്ചത് ശ്രീ നികേഷ് കുമാറിനെയാണോ? തീർച്ചയായും. ഓക്കെ, അപ്പൊ ചിലപ്പോ ഒരുപക്ഷെ അദ്ദേഹം അവിടെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ അതും വളരെ സന്തോഷം. ചെയ്യാം. ഓക്കെ, ശരി. കോടതിക്ക് ഇൻപുട്ട് ശേഖരിക്കേണ്ടി വരുന്നു സരിതാ നായരിൽ നിന്നും. അതായിരുന്നു 24 പേജുള്ള മൊഴിയായി സരിതാ നായർ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണന് പെരുമ്പാവൂർ കോടതിയിൽ വെച്ച് കൈമാറിയത്. അന്ന് തന്നെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര സബ് ജയിലിലേക്ക് സരിതാ നായർ മാറ്റുന്നു. തുടർന്ന് അവിടെ എത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന് ഫെനി ബാലകൃഷ്ണൻ അറിയിക്കുന്നു. കേസ് പിന്നത്തേക്ക് മാറ്റുന്നു. ഹൈക്കോടതി പോലും എന്താണ് ഇത്തരത്തിൽ സമയമെടുക്കാൻ വേണ്ടിയാണോ ഈ ജയിൽ മാറ്റമെന്ന് ചോദിക്കുന്നു. അഡീഷണൽ CJMനും സംശയമുണ്ടാകുന്നു. ഇവിടെ കച്ചവടം നടക്കുന്നുണ്ടോ ശ്രീ കെ സുരേന്ദ്രൻ? നികേഷ്, കഴിഞ്ഞ കുറെ ദിവസമായി ഞാനത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബെന്നി ബെഹനാനും കെ ബാബുവും ഒക്കെ എത്രയോ ദിവസമായി സരിതാ നായരുടെ മൊഴി പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി, ഉമ്മൻചാണ്ടിയെ രക്ഷിക്കുവാൻ വേണ്ടി ചാക്ക് നിറച്ച് പണവുമായി ഓടി നടക്കുകയാണ്. സത്യമാണിത്. ബെന്നി ബെഹനാൻ സ്വന്തം തറവാട്ടിൽ നിന്ന് എടുത്ത കാശല്ല, ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയാണ് കാശെല്ലാം ഇറക്കിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം വ്യക്തമായ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. നന്ദി, നമസ്കാരം. അങ്ങനെ നികേഷ് കുമാറിന്റെ ശബ്ദം പല വേദികൾ അവതരിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് വേദികൾ ചെയ്യാറുണ്ട്, അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ എന്താണ് നമുക്ക് ചെയ്യാൻ? വേറെയുള്ളത് നമ്മുടെ PC ജോർജിന്റെ ശബ്ദമുണ്ട്. രാഷ്ട്രീയക്കാരിലെ സ്പെഷ്യലൈസ്ഡ് ആണോ? അതെ, അതിനൊരു താല്പര്യം കൊടുക്കാറുണ്ട്. കൃത്യമായ വാർത്തകൾ കാണുന്ന ഒരാളാണ് തോന്നുന്നത് അല്ലേ? വളരെ നന്നായി വാർത്ത കാണാറുണ്ട്. ഓക്കെ, PC ജോർജിനെ എല്ലാവരും കൗതുകത്തോടെ വീക്ഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, രാഷ്ട്രീയത്തിലൊരു താരം കൂടിയാണല്ലോ ശ്രീ PC ജോർജ്. ഓക്കെ, അതൊന്നും നോക്കാം. അതെ, ഓക്കെ. എനിക്ക് വലിയൊരു വിഷമമുണ്ടത്. ഈ KM മാണി എന്ന് പറയുന്ന മാണി സാറ് ഭരണവർഷത്തിന് ഇയാള് തന്നെയല്ലേ? അല്ല, ഇങ്ങേർക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെ ഒരു ആളുമില്ലെന്ന് ചോദിക്കാൻ ഈ ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഇയാളെ ഞാനത് കാണാനിരിക്കുക. അവന്റെ പരിപാടി ഞാൻ തീർക്കും. അങ്ങനെയാണ്. ഇനി വേറെ ആരാണുള്ളത്? ഇനിയുള്ളത് നമ്മുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണുള്ളത്. ഓക്കെ, പിണറായി വിജയനെ ചെയ്യാറുണ്ട്. അതെ, പിണറായി വിജയനെ ധാരാളം പേര് ചെയ്തിട്ടുണ്ട്. ആയിക്കോട്ടെ, കണ്ടുനോക്കട്ടെ. ഓക്കെ. ഹുസൈനേട്ടത്താടി ജകളിയാളല്ല, ജകളിയാളാക്കാൻ വേണ്ടി ഒരു ശ്രമവും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഹുസൈനേട്ടത്താടി എങ്ങനെയാ ജകളിയാളാകുക? പിന്നെ ഈ ജാനപ്പാരയിലോ മറ്റോ പറഞ്ഞിട്ടുണ്ടല്ലോ, എണ്ണി കുറയുന്നത് ആയുസും മണ്ടി കരയേറുന്നത് മോഹവും എന്ന്. അത്തരത്തിലുള്ള ഒരു മോഹവും മണ്ടി കരയേറുന്ന ഒരു പാർട്ടിയല്ല ഞങ്ങളെ പാർട്ടി. അങ്ങനെ ആണ്. ഇനിയുണ്ടോ രാഷ്ട്രീയക്കാർ? നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറാണ്. അതെ, തിരുവഞ്ചൂർ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുന്ന ഏതിന്റെ രാഷ്ട്രീയക്കാരൻ? എനിക്ക് കൂടുതലും കിട്ടുന്നത് പിണറായി വിജയനാണ്. പക്ഷെ എന്നാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ആണല്ലേ? ആയിക്കോട്ടെ, അത് ചെയ്യാം. എന്നോട് ചോദിച്ച ചോദ്യം എന്താ? വേറെ ഒന്നുമല്ലല്ലോ, ശാലുമേനോന്റെ കാര്യമല്ലേ? അതെല്ലാവരും അറിയുന്ന കാര്യമല്ലേ? പിന്നെ എന്താ, ഇളനീര് കുടിച്ച വിഷയമല്ലേ? ഇവിടെയുള്ള എല്ലാ ആളുകൾ എന്തെല്ലാം കുടിക്കുന്നു, ഇത് വെറും ഒരു ഇളനീരല്ലേ? അതൊക്കെ ക്ഷമിച്ചൂടെ? എന്താ ഉള്ളതല്ലേ? കൊള്ളാം, അതെനിക്ക് കുറച്ചുകൂടി രസകരമായി തോന്നി. ഇനി രാഷ്ട്രീയക്കാരെ വിട്ട് മലയാള സിനിമാ താരത്തിലെ നമ്മുടെ ഹാസ്യ സാമ്രാട്ട് ശ്രീ ജഗതി ശ്രീകുമാറിന്റെ ശബ്ദമാണ്. ജഗതിന്റെ. ഓക്കെ, ശരി, ചെയ്യാം. ജഗതിനെ എല്ലാവരും ഓർത്തെടുക്കാനുള്ളൊരു. അതെ, താളവട്ടം ചിത്രത്തിലെ. അല്ല, എനിക്കറിയാൻ മേലാത്തോട് ചോദിക്കുക, താൻ ആരുവാ? 1-2 ദിവസം ലണ്ടനിൽ പോയി ഏതോ ഒരു ഖാദർ റിച്ചാർഡ് സാഹിബിന് അരിവെച്ച് കൊടുത്ത കാശ് കൊണ്ടൊരു പഴയ കൊട്ടാരം മേടിച്ച് അവിടെ ഒരു പ്രാന്താശുപത്രി തുടങ്ങി ഭ്രാന്തമാരെ പട്ടാളം ചിട്ട പഠിപ്പിക്കുന്ന ഒരു പണ്ട റാസ്കളല്ലേ താൻ? ഈ കുട്ടി ബാബ, ഈ കിതോന്ന് വെച്ച എന്താ കുട്ടി ബാബ? ഓക്കെ, ഈ ഒരു സിനിമാ താരങ്ങളിൽ ഇപ്പൊ ജഗതി നമ്മളെപ്പോഴും കാണുന്നതാണ്. വെറൈറ്റി ഉണ്ട്. ശ്രീ ക്യാപ്റ്റൻ രാജു ഉണ്ട്. ക്യാപ്റ്റൻ രാജു. ഓക്കെ, ഇപ്പൊ എന്റെ ശബ്ദത്തിൽ എനിക്കിപ്പോ ക്യാപ്റ്റൻ രാജു ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് നോക്കുന്നില്ല. അപ്പൊ ക്യാപ്റ്റൻ രാജു. മോനെ, ഈ SI എന്ന് പറഞ്ഞാൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന പണിയൊന്നുമല്ല. എന്റെ തലക്ക് മുകളിൽ 100 പേരുടെ അഗ്നി ഉണ്ടാവും. എന്റെ തലക്ക് മുകളിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം എന്റെ പിൻഗാമിയായിട്ട് എന്റെ കൂടെ നിൽക്ക്. താങ്ക് യു. ഓക്കെ, ഇനി മുരളി ചെയ്യും. ഓക്കെ, അനന്തരാവകാശികൾക്ക് വേണ്ടി 500 കോടിയുടെ സാമ്രാജ്യം ഉണ്ടാക്കാനായി ഇറങ്ങി പുറപ്പെട്ടിട്ട്
ഒടുവിൽ ആയുധം വെച്ച് ഈടങ്ങി പോരേണ്ടി വന്നില്ലേ മിസ്റ്റർ വിശ്വനാഥൻ? ഞാനവിടെ പോകണം, അവനെ കണ്ട് സംസാരിക്കണം. ഞാനീ പറയുന്നതൊന്നും നിങ്ങൾക്ക് വേണ്ടി അല്ലടാ മക്കളെ, എല്ലാം എന്റെ നന്മയ്ക്ക് വേണ്ടിയാ. അങ്ങനെ മുരളിക്ക് അറിയുന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ആയിട്ടുള്ളത് വേണമെങ്കിൽ നമ്മുടെ പ്രിയങ്കരനായ ഈ അടുത്ത കാലത്ത് അദ്ദേഹം അന്തരിച്ചിട്ട് 26 വർഷം തികഞ്ഞ ശ്രീ പ്രേം നസീറിന്റെ ശബ്ദം ചെയ്താലോ? ഓക്കെ ഓക്കെ. ദമയന്തിക്ക് എന്നോട് പണക്കമാണോ? അയ്യോ, ഞാൻ തമാശ പറഞ്ഞതല്ലേ. സത്യത്തിൽ ധൈര്യത്തോടെ ഇവിടെ വന്ന് നിന്റെ പുരികത്തിൽ തുരുകതടിക്കാൻ എന്റെ കയ്യിൽ പരിചയമില്ല. പക്ഷേ എന്നെ അനുരാഗത്തിലെ പരിചയം വെച്ചുകൊണ്ട് എന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. സത്യം സത്യം സത്യം. കൊള്ളാം, നന്നായിരിക്കുന്നു. എന്താണെങ്കിലും ഈ കലോത്സവ വേദികളിൽ സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്തു, എന്തുകൊണ്ട് പിന്നീട് ഒരു മറ്റു മത്സരങ്ങളിലേക്ക് പോയിട്ടില്ല? എന്തോ ദൈവാദിനം +2 കഴിഞ്ഞ ശേഷം മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ഓഹോ, അങ്ങനെയാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. എന്തായാലും നല്ലൊരു കലാകാരനായി ഇരിക്കട്ടെ. എന്തായാലും വിപിന്റെ ഒരു പ്രകടനമാണ് കണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂൾ വേദികളിലെ പ്രകടനങ്ങൾ മാത്രമല്ല, ഇവിടെ എത്തുന്ന സദസ്സും കലാസ്വാദകരുണ്ട്, നല്ല കലാകാരന്മാരുണ്ട്. ഇങ്ങനെ വേദിയിൽ നിന്നും പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലഡിയ, എൽദോപോൾ പുതുശ്ശേരിയാണ് നമുക്കായി കലോത്സവത്തിന്റെ ഏറ്റവും പുതിയൊരു എന്താ പറയാ കലോത്സവ